DNA എന്ന് പറഞ്ഞ നമ്മുടെ അഷ്കർ സൗദാന്റെ മൂവി കണ്ടിപ്പോ ഞങ്ങൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഡയറക്ടർ TS സുരേഷ് ബാബു, റൈറ്റർ AK സന്തോഷ്. അപ്പോൾ പടത്തിൽ ഫീമെയിൽ ലീഡ്സ് ഒരുപാട് കൂടുതലുള്ള ഒരു പടമാണ്. റായ് ലക്ഷ്മി പോരെ, റായ് ലക്ഷ്മി ആദ്യം പറഞ്ഞു പോലെ, അതെ കത്തി ലക്ഷ്മി റായ്, റായ് ലക്ഷ്മി, പിന്നെ ഹന്ന റജി കോശി. അല്ല ഫേസ് ഒക്കെ മാറിയിട്ട് ആളെ മനസ്സിലാവണില്ല. എങ്ങനെ മനസ്സിലാവും? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. പിന്നെ ഹന്ന റജി കോശി, ഇനിയ, കുറച്ച് സ്വാസിക, ഫീമെയിൽ ലീഡ്സ് ആണ് കൂടുതൽ കേട്ടോ. ചെറിയ ചെറിയ റോൾസ് ആണ്. അതെ, അപ്പോ അഷ്കർ സൗദാനാണ് മെയിൻ ക്യാരക്ടർ. അടിപൊളി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരുന്നു. ഈ അടുത്ത് ഗോളം, തലവൻ, ഇപ്പൊ ഈ പടം കുറെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഇഷ്ടം പോലെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അതിനൊക്കെ ആക്സെപ്റ്റൻസും കിട്ടുന്നുണ്ട്. ആക്സെപ്റ്റൻസും കിട്ടുന്നുണ്ട്. ഇന്നും ഇപ്പൊ തിയേറ്ററിൽ ഈ പടം ഇറങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി, ഒരു വീക്ക് കഴിയാനായി. നാളെ വേറെ പടങ്ങൾ വരും. ബട്ട് സ്റ്റിൽ തിയേറ്ററിൽ ഞാൻ നോക്കുമ്പോ ഒരു 10-20-25 ആളുകളുണ്ട്. സോ ഒരു ഡീസന്റ് മൂവി. ലൈക്ക് എന്താ പറയാ, കുറേ അങ്ങോട്ട് എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ അല്ലെങ്കിലും ഒരു വെരി ഡീസന്റ് മൂവിയാണ്. ഒരു ആവറേജ് മൂവി എന്ന് പറയാൻ പറ്റും. നല്ല BGMs ഉണ്ട്, നല്ല ക്യാമറ ആംഗിളും ഉണ്ട്, നല്ല കുറച്ച് ആംഗിളുകൾ. അതെ, എനിക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ഇതിന്റെ BGM ആണ് ഇഷ്ടമായത്. ചില സാധനങ്ങൾക്ക് ഭയങ്കര രസമുണ്ട് BGM, ഭയങ്കര അടിപൊളി BGM. എനിക്ക് അത് ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തു ആ സാധനം. അങ്ങനെ അത് ഒരേ സാധനം തന്നെയുള്ള റിപ്പീറ്റ് ചെയ്തിട്ടല്ല വരുന്നത്, പല സാധനങ്ങൾ ഇട്ട് കൊടുത്തത് ഭയങ്കര രസമായിട്ടുണ്ട്. ഞങ്ങളെ മമ്മൂക്കാന്റെ ഒരു DNA ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആഗ്രഹിക്കുന്ന അഷ്കർ സൗദാൻ കുറച്ച് സീരിയസ് റോളുകൾ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് കോമഡിയും കാര്യങ്ങളൊക്കെ അതിൽ കണ്ടപ്പോൾ ഓക്കെയാണ്, പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം അയാൾ ഹാഫ് ടൈമിന് ശേഷം ചെയ്തതൊക്കെ എനിക്ക് ഭയങ്കര ഗംഭീര സാധനമാണ്. എനിക്ക് ടോട്ടലി അഷ്കർ സൗദാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാണുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇപ്പഴേ ഒരു മമ്മൂക്കന്റെ ഒക്കെ മുഖത്ത് കാണുന്ന ഒരു സീരിയസ്നെസ്സും ഭയങ്കര സംഭവങ്ങളൊക്കെയുള്ള ഫേസിൽ എനിക്ക്. അത് മമ്മൂക്ക, ദുൽഖർ, മക്ബൂൽ വന്നിരുന്നതിന്റെ ഇടയിൽ അഷ്കർ, എനിക്ക് തോന്നുന്നത് മമ്മൂക്ക DQ ഒക്കെ വേണ്ടി പിന്നെ മക്ബൂലിനേക്കാൾ ഒന്നും കൂടി മക്ബൂലിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത് അഷ്കർ തന്നെയാണ്. ആക്ടിങ് ആണെങ്കിൽ നമുക്ക് നമ്മളത് വിചാരിച്ചിരുന്നു, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ കണ്ടപ്പോ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു എന്തായാലും. അതെ, പിന്നെ എനിക്കിതില് ഇഷ്ടപ്പെടാതെ പോയൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് ഖാൻ ഇരുട്ടത്ത് വന്ന് കൊണ്ടുപോകുക. ലൈക്ക് എനിക്കത് അടിച്ചു കയറി വാന്ന് പറയാൻ നിൽക്കുന്നത് ഞങ്ങള്. ഇതിപ്പോ ഞങ്ങള് ശരിക്കും അടിച്ചു കയറി വരാൻ പറയുന്ന പോലെ തന്നെയാവും. വിളിച്ചത് കാണാൻ പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞ അങ്ങേര് മറ്റേ കാറിൽ തന്നെ കോഷയിലൊക്കെ കണ്ണടി അങ്ങേരെ സ്വാഗോ സ്റ്റൈലും കാണാൻ നിന്നപ്പോഴത്തേക്ക് അങ്ങേരെ ഇഷ്ടത്ത് കൊണ്ടുപോയി. അതെനിക്ക് തീരെ ഇഷ്ടമായില്ല. അങ്ങേരെ ഞാൻ പറയുമ്പോ വെളിച്ചത്ത് കൊണ്ടുവരണം. അതെ, എനിക്ക് അങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവരണം. ബാബു ആന്റണി ആണെങ്കിലും ലൈക്ക് ഉള്ള സീൻ ആദ്യം അഭിനയിച്ചു, പിന്നെ ലീവ് പോയി ജോലിയും കാര്യങ്ങളായിട്ട് പോയി, പിന്നെ ലാസ്റ്റിക്കാ വന്നു. അതായത് കൊറേ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് കൊറേ ഈ പറഞ്ഞ മാതിരി നമ്മൾ അജു വർഗീസിനെ കാണുന്നു കുറച്ചു നേരം, ബാബു ആന്റണിനെ കുറച്ചു നേരം കാണുന്നു, റിയാസ് ഖാനെ കുറച്ച് കാണുന്നു. അതെ, അപ്പൊ അങ്ങനെ കൊറേ ആളുകള്, ആക്ട്രസ്മാരാണെങ്കിലും ഒരുപാട് പേര്, അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒരുപാട് ആൾക്കാർ ഈ സിനിമയ്ക്കകത്തുണ്ട്. സുധീർ, രഞ്ജി പണിക്കർ അതിനിടയിൽ വന്നിട്ട് അങ്ങേര് 2 തക്കിട്ടിട്ട് പോയി. അപ്പൊ ടോട്ടലി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രെയിമുകൾ, സ്നേഹ പറഞ്ഞ പോലെ ചില ഫ്രെയിമുകളൊക്കെ. പിന്നെ ഈ സിനിമയുടെ ഒരു എനിക്ക് ആ പരുന്ത് പോണ സീനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പരുന്ത് പോയിട്ട് മറ്റേ പ്ലാന്റിലേക്ക്, അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ത്രില്ലർ പരിപാടിയാണ്. ആ പരിപാടിയിൽ കൃത്യമായിട്ട് തന്നെ വരുന്നത് നമ്മളെ റായ് ലക്ഷ്മിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വരുന്ന ആ റോളിൽ അവരത് കൃത്യമായിട്ട് മറ്റേ ആ പോലീസായിട്ട് വന്ന് രതീഷ് എന്ന് പറഞ്ഞ പഴയ മൂപ്പര മകനാണ്, വില്ലന്റെ മകൻ. അങ്ങനെ ആയിരുന്നു.
പേര് ഓർമ്മയില്ല, പേര് മറന്നു പോയാൽ വെരി സോറി. വളരെ ഇഷ്ടപ്പെടുന്ന ആളായോണ്ട് പേര് അങ്ങനെ പക്ഷെ അങ്ങേരും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടലി നോക്കി കഴിഞ്ഞപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിക്ക് പടം തുടങ്ങുന്ന സമയത്ത് കുറച്ച് ലാഗ്. വില്ലനോട് നമുക്ക് എന്ത് ഇമോഷൻ ആണോ തോന്നുന്നത് ഭയങ്കര പക്കയാളോട് തോന്നുന്നുണ്ട്. ഈ സിനിമ തുടങ്ങിയപ്പോ ടു ബി ഫ്രാങ്ക് എനിക്ക് അത്യാവശ്യം ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഒരു 10-20 മിനിറ്റിന് അങ്ങനെ പറയാൻ പാടുണ്ടോ അറിയില്ല. എന്തായാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്ന പോലെയും എന്താ ക്യാമറ അവിടെ ഉണ്ട് അങ്ങോട്ട് നോക്കിക്കോരണം ചില ആളുകൾ തോന്നി. ചില ആളുകൾ അതായത് നമ്മളെ ജൂനിയർ പോലീസ് റിട്ടയർഡ് അഭിനയിക്കുന്നവരൊക്കെ അങ്ങനത്തെ സ്ഥിതി. അഷ്കറിന് കുറച്ച് റോളുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ. സെക്കൻഡ് ഹാഫിലൊക്കെ ലക്ഷ്മി റായ് ആണ് കൊണ്ടുപോയത്. അങ്ങനെ കണ്ടപ്പോ വെച്ച് ഇനിയിപ്പോ മൂവി മുഴുവൻ അങ്ങനെ പോകുന്നു. മൂവിക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ അവസാനത്തേക്ക് അടിപൊളി പ്രഡിക്റ്റബിൾ ആയി തോന്നിട്ട് സംഭവം കൊറേയൊക്കെ പ്രഡിക്റ്റബിൾ. പക്ഷെ ഇന്റർവെൽ സീന് ആ ബ്ലോക്ക് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് പടം പിക്ക് ചെയ്തു. അവിടെയാണ് ഞാൻ ഈ പടം ആവറേജ് എന്ന് പറയുക. കാരണം ഇപ്പൊ ഗോളം നോക്കിയാലും ഈ പടമൊക്കെ നോക്കിയാലൊക്കെ പടം ഒന്ന് ഓണാവുന്നത് ആ ഒരു സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ പടം ത്രില്ലാണ്. ലൈക്ക് രസമുണ്ട് കാണാൻ. നമുക്ക് ഈവൺ ഇഫ് നമുക്ക് എന്തെങ്കിലും ലൈക്ക് നമുക്ക് തോന്നും ചിലപ്പോ ഇന്നാളായിരിക്കാൻ തോന്നിയാലും, പക്ഷെ രസമുണ്ട്. അതായത് അതിലേക്ക് എത്തുന്ന ഒരു പാറ്റേൺ രസമുണ്ട്. പിന്നെ ഭയങ്കര റോ ആണ്. ജിത്തുഭായി പറഞ്ഞ പോലെ കുട്ടികളൊക്കെ കൊണ്ടുപോയി കാണുമ്പോൾ റോ സാധനമാണ് അത്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ആ റോ സാധനം. പല സിനിമയിലും പക്ഷെ സ്റ്റിൽ ചില സിനിമയിലൊക്കെ അത് ഒന്നും കാണിക്കാതിരിക്കും. പക്ഷെ ഇതിനകത്ത് അത് കാണിച്ചത് എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ബട്ട് സ്റ്റിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. കുറച്ച് റോ ആയതുകൊണ്ട് തന്നെ അതിലെ മെയിൻ വില്ലന്റെ ഒരു രൂപപ്രതിച്ഛായൊക്കെ സൂപ്പർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരു പേടിപ്പെടുത്തുന്ന സംഭവം. ലൊക്കേഷൻസും അങ്ങനെ തന്നെ. ആ വില്ലൻ വരുന്ന സ്ഥലമൊക്കെ നമ്മളെ ഒന്ന് ഒക്കെ നൈറ്റിലാണ് റിയാസ് ഖാൻ അതിനെ പറ്റിയത്. രാത്രി വന്നു രാത്രി പോയി. അതെ, കുറെയൊക്കെ നൈറ്റിലാണ് ഉണ്ടായത്. ഇപ്പൊ ഞങ്ങള് രാത്രി ഷോ ഒരു ഐറ്റം സോങ്ങും ഉണ്ട്. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം, മലയാളത്തിലേക്ക് ഇപ്പൊ ഹിന്ദിയിലൊരു ഐറ്റം സോങ് ഹിന്ദി ഐറ്റം സോങ്, തമിഴിലൊരു ഐറ്റം സോങ് പറയുമ്പോൾ തമിഴ് തന്നെ ആയിരിക്കും. മലയാളത്തിലെ ഐറ്റം സോങ് കൊണ്ടുവരുമ്പോഴും പണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ കാണുന്നത് മലയാളത്തിലെ ഐറ്റം ഒന്ന് ഹിന്ദി ആവും അല്ലെങ്കിൽ തമിഴായിരിക്കും. മലയാളം ഇപ്പൊ മോഹമുന്തി അത് മലയാളത്തിൽ തന്നെ ഇതിൽ ഐറ്റം സോങ് ഇതിലാകുമ്പോ ഹിറ്റ് ആയില്ലേ. എന്താണെങ്കിൽ പാട്ട് ഇതിലല്ലേ. ആ നിങ്ങൾ ഹിന്ദി പാട്ട് വെച്ചിട്ട് നിങ്ങൾ സണ്ണി ലിയോന്റെ വീഡിയോ കാണാതിരുന്നിട്ടൊന്നുമില്ലല്ലോ. പാട്ട് രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനത്തെ ഐറ്റം സോങ് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ പ്ലേസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. കുറവാണ്. പിന്നെ ഇപ്പൊ നടിമാരേ ഇല്ലല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആവേശത്തിൽ നടിയില്ലേ, നടിമാർക്ക് എന്താ പറയാ ഒരാളും കൺസിഡർ ചെയ്യുന്നില്ല. മലയാളത്തിൽ നടിമാരെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇതിൽ നടിമാരെ കൊണ്ട് ഇഷ്ടംപോലെ സജ്ന അവരുണ്ട്. പിന്നെ അതേപോലെ പാട്ടിന്റെ ഡാൻസ് സീക്വൻസ് ഒക്കെ അങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ പഴയ സിനിമകളിലൊക്കെ ഉള്ള സാധനം ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴേ അത് രസമുണ്ടായിരുന്നു. അപ്പോ എനിക്ക് ഞാൻ വീണ്ടും പറയണ എന്താ വെച്ചാൽ ഇന്നൊരു പാട്ട് തമിഴുമാണ്. സീരിയസ് റോളുകൾ കാണാനാണ് ഞാൻ സത്യം പറഞ്ഞ ആഗ്രഹിക്കുന്നത്. അങ്ങേര് ആ ഒരു സീരിയസ് അതെന്താണെന്ന് നമ്മൾ പറയില്ല. ഒരു സീരിയസ് സാധനം പിടിച്ചതൊക്കെ വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് ആലോചിച്ച് അധികം സിനിമകളൊന്നും ആള് ചെയ്തിട്ടില്ലല്ലോ. ലാസ്റ്റ് സീനിലൊക്കെ അറിയുന്ന സീനൊക്കെ കോള വളാക്കേണ്ട സംഭവമാണ് ശരിക്കും. ഫസ്റ്റ് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ, പക്ഷെ ഇയാള് ഗംഭീരാക്കി. ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു കുറ്റം പറയാനും പെട്ടെന്ന് തോന്നിയില്ല. കാരണം ഇത്രയും ആകെ കുറച്ച് സിനിമയിലെ തോന്നുന്നു അഭിനയിച്ചത്. പക്ഷെ അത് നല്ല സിനിമ ഉണ്ട്. നിങ്ങൾ കുറച്ച് സിനിമ പറയുമ്പോ 10 സിനിമ അടുപ്പിച്ചിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ കുറച്ച് പറയുമ്പോ ഒരു സിനിമ പോലും അഭിനയിക്കാത്തവരാണ് നമ്മള് പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ വെറുപ്പിച്ചിട്ടില്ല. റായ് ലക്ഷ്മി ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സിനിമ ഗോളം പോലെ തന്നെ പറയും. സെയിം ലൈക്ക് ഗോളം ഞാൻ പറയും. കാരണം നല്ല എഫേർട്ടാണ്, നല്ല ട്രൈ ആണ്. പിന്നെ എവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എനിക്ക് ഈ സിനിമയിൽ ഞാൻ കാണാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടം എവിടെയും ഇവർ ടെക്നിക്കലി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇവർ ടെക്നിക്കലി അവരെ കൊണ്ട് പറ്റുന്നതിന്റെ ടോപ്പ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പടം അവർ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഈ ബഡ്ജറ്റിനനുസരിച്ചുള്ള എല്ലാ പരിപാടിയും അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞല്ലോ ഡയറക്ടറിന്റെ ചില ഷോട്ടുകളൊക്കെ ചില സാധനങ്ങളൊക്കെ നല്ല കിടലായിട്ട് വെച്ചിട്ടുണ്ട്.
ഇപ്പൊ ഹോൾ പാക്കേജ് ഇപ്പൊ ഗോളോ ആണെങ്കിലും തലവനാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് ആക്സെപ്റ്റൻസ് കൂടുന്നുണ്ട്. ആളുകളെ എന്താ പറയാ നമുക്കൊരു കാണാൻ രസമായിട്ട് ഇരിക്കുന്നുണ്ട് ആളുകൾ. സൗദാൻ ഒരു പോലീസ് വേഷമൊക്കെ ചെയ്താൽ പൊളിക്കും. അപ്പോ ഓൾ ഇൻ ഓൾ പടം എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കുഴപ്പമില്ല. എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാവരും ആക്ടിങ് അടിപൊളിയുന്നുണ്ട്. ആരും മോശമല്ല. കിട്ടിയതൊക്കെ എല്ലാവരും വെടിപ്പായിട്ട് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളവർക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ എന്നാണ്. അതാണ് റായലക്ഷ്മിയാണ് മെയിനായിട്ട് ലീഡ് ചെയ്ത് പടം മൊത്തം കൊണ്ടുപോയത്. അവർക്കാണ് മെയിനായിട്ട് കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നതും. സോ അവരത് കൃത്യമായി ഹാൻഡിൽ ചെയ്തതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഇങ്ങനെ അവർ ഇൻപുട്ട് ഇട്ടിട്ട് പോയാൽ മതി. പിന്നെ ടുവേർഡ്സ് ദ എൻഡിക്കൊക്കെയാണ് കുറച്ച് അധികം ബാക്കിയുള്ളവർക്ക് കൊള്ളാം. ഫൈറ്റ് പ്രശ്നമില്ല. ഡാൻസ് പക്ഷേ ഡാൻസ് അധികം അവര് കളിച്ചിട്ടില്ല. ലൈക്ക് ഹന്നൊക്കെ എനിക്ക് ഒന്ന് നന്നായി ഡാൻസ് കളിക്കുന്ന ആളാണ്. പക്ഷെ അവര് ഡാൻസിന്റെ സാധനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ലൈക്ക് മമ്മൂക്ക പോലെ തന്നെ തോന്നും. അങ്ങനെ കോമഡി ചെയ്തത് എനിക്ക് ഇഷ്ടമായി. സാധാരണ ഒരു ഇതാണ് നമുക്ക് തോന്നില്ല തോന്നും. പക്ഷെ എനിക്ക് ഇഷ്ടമായി കോമഡി ചെയ്തത്. എനിക്ക് കോമഡി എന്തോ എനിക്ക് അത്ര ഓക്കെ എനിക്ക് ഞാൻ വീണ്ടും പറഞ്ഞത് അയാളെ മുഖത്തെ എനിക്ക് ഞാൻ പറഞ്ഞ കണ്ടപ്പോൾ എനിക്ക് ആർട്ടിഫിഷ്യാലിറ്റി തോന്നിയില്ല. എനിക്ക് നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ കൈ കൊണ്ടും കാണിക്കുന്ന മുഖത്തെ എക്സ്പ്രഷൻ എനിക്ക് നല്ല നാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ ഓക്കെ ഗൈസ്, കാണേണ്ടവർ പെട്ടെന്ന് തിയേറ്ററിൽ അടുത്തുള്ള തിയേറ്റേഴ്സ് പോയി കാണുക. കാരണം അടുത്ത പടങ്ങളൊക്കെ ഞാനത് ഈ DNA പേരിട്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ DNA വെച്ചിട്ടൊക്കെ ചിലപ്പോൾ ഈ കുറ്റാന്വേഷണം കണ്ടുപിടിക്കാനൊക്കെ വിചാരിച്ചു. പറയല്ലേ അങ്ങനെ ആവാതിരിക്കാം. ബൈ.